എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഷോർട്ട് വീഡിയോ നമ്മൾ ഡെയിലി ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ലോങ് വീഡിയോ നമ്മളിപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഇടുന്നത് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത കുറേ പേർക്ക് താങ്ക്സ് പറയുവാണ്. നമ്മളിപ്പോൾ 15,000 സബ്സ്ക്രൈബറൊക്കെ കടന്നു 16,000-ത്തിലോട്ട് അടുക്കുവാണ് കേട്ടോ. അപ്പം ഒരുപാട് പേര് വീഡിയോ കണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് അതുപോലെ കുറേ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും, കുറേ നാളായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ മില്യൺസ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെപ്പറ്റിയും ഇപ്പോൾ എന്തൊക്കെ ഞാൻ ഇത്ര നാൾ വീഡിയോസ് ഇടുന്നതിനെക്കുറിച്ച് എനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ഇടേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ ഈ കാലയളവിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലർക്ക് ലോങ് വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കാണും, ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂസ് കാണത്തില്ല. അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് രണ്ടിനും വ്യൂസ് കാണും. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ മുൻപോട്ട് പോകുക. ഇപ്പോൾ ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിൽ ലോങ് വീഡിയോ കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കുക. ഷോർട്ട് വീഡിയോയ്ക്ക് ആണെങ്കിൽ ഷോർട്ട് വീഡിയോ കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കുക. അപ്പം ലോങ് വീഡിയോയ്ക്കും ഷോർട്ട് വീഡിയോയ്ക്കും വ്യൂസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സമയം നമുക്ക് വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോ അത്യാവശ്യം ഒന്ന് റീച്ച് ആയതിനു ശേഷം, അതായത് ഷോർട്ട് വീഡിയോ നന്നായിട്ട് റീച്ച് ആയതിനു ശേഷം മാത്രം നമ്മൾ ലോങ് വീഡിയോയും ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറേശ്ശെയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ചെറിയൊരു ചാനലല്ലേ, ഒത്തിരി വലിയ ചാനലൊന്നും അല്ലല്ലോ നമ്മുടേത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമായിരിക്കുമല്ലോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ സമയത്ത് ഞാൻ തുടങ്ങിയ ഒരു ചാനലായിരുന്നു എൻ്റെ ഈ ചാനലല്ല, മറ്റൊരു ചാനലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ നാൾക്ക് ശേഷം അതിൻ്റെ Gmail ID കാര്യങ്ങളൊക്കെ പോയി എൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാസ്വേഡൊക്കെ മറന്നുപോയി. അങ്ങനെ ഒരു കാര്യം വന്നപ്പോഴാണ് ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ചാനൽ കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനലിൽ ലോങ് വീഡിയോയെക്കാട്ടിലും ഷോർട്ട് വീഡിയോയ്ക്കാണ് കൂടുതൽ വ്യൂസ് കിട്ടാറുള്ളത് കേട്ടോ. ഈ 2 വീഡിയോസ് വെച്ച് ഇടാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ 2 മാറ്റി ഒന്നാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കയറാനായിട്ടുള്ളൊരു സമയം നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ഇന്നിപ്പോൾ നമ്മൾ 7 മണിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ 7 മണി വരെ നമുക്ക് ആ വീഡിയോ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കൊടുത്തിരിക്കണം. അതിനാണ് അത്രയും സമയം നമ്മൾ കൊടുക്കേണ്ടത്. ചിലർ 2 ഡേയ്സ് ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കും വീഡിയോസ് ഇടാൻ പോകുന്നത്, അല്ലെങ്കിൽ 3 ഡേയ്സ് ഒക്കെ ആയിരിക്കും. സമയത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ചിലർ ജോലിക്ക് പോകുന്നവരായിരിക്കാം, ചിലർക്ക് അത്യാവശ്യം സമയം വേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ അപ്പോൾ 2 ദിവസം കൂടിയിരിക്കുമ്പോൾ 3 ദിവസം കൂടിയിരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 1 ദിവസം കൂടിയിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോസ് ഇടാവുന്നതാണ്. അപ്പോൾ ഡെയിലി നമ്മൾ ആ കൺസിസ്റ്റൻസി വിടാതെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോസ് കയറിപ്പോകുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മളെ മാത്രം നമ്മുടെ യൂട്യൂബ് ഒരിക്കലും നമ്മളെ മാത്രം തള്ളിക്കളയത്തില്ല. യൂട്യൂബിനും നമ്മൾ വീഡിയോസ് ഇടുന്നതുകൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ താഴ്ത്തിയിട്ട് ബാക്കിയുള്ളവരെ കയറ്റിക്കൊണ്ട് പോകുക എന്നൊരു സംഭവം യൂട്യൂബിനകത്ത് ഇല്ല. അത് ഇത്ര നാളത്തെയും ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ. ആദ്യമൊക്കെ 400-500 ഒക്കെ വ്യൂസ് കിടന്നത് ഇപ്പോൾ നമുക്ക് മില്യൺ വരെ പോകാം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള നല്ല നല്ല വീഡിയോസ് ഇടുവാണെങ്കിലോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീഡിയോസ് റീച്ച് ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോയും റീച്ച് ആക്കാൻ സാധിക്കും. നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂട്യൂബ് ഒരിക്കലും പറയുന്നില്ല നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണമെന്നുള്ളത് കാര്യം. അപ്പം ഡെയിലി വീഡിയോസ് ഇട്ടാലേ നമുക്ക് വീഡിയോ നമ്മുടെ കയറത്തുള്ളതെന്ന് കുറേ പേര് പറയുന്നതൊക്കെ കേൾക്കാം. പക്ഷെ അങ്ങനല്ല, ഡെയിലി വീഡിയോസ് ഇടണമെന്നില്ല. 2 ഡേയ്സ് കൂടുമ്പോൾ വീഡിയോസ് ഇട്ടാലും മതി. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡെയിലി വീഡിയോസ് ഇട്ടാലും വീഡിയോ കയറും. കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോസൊക്കെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസ് കയറും. പക്ഷേ അതുപോലുള്ള നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ചാനലുകൾക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മുടെ വീഡിയോസ് ഇടുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കയറി പോകുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആദ്യം 2 വീഡിയോ 3 വീഡിയോ ഒരു 50 വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ക്ഷമയില്ലാതെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും കേട്ടോ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളവർ എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും കേട്ടോ അവർ ഈ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കുന്നത്. അല്ലാതെ ഒരാളും പെട്ടെന്ന് കയറി
ചിലർക്ക് ലെക്കുണ്ടായിരിക്കും, അതിനനുസരിച്ച് അവർ കയറി പോകും. അപ്പം നമ്മൾ ആ ലെക്കും പ്രതീക്ഷിച്ചിരിക്കരുത്, നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുക, അല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിന് ഭയങ്കര സ്ട്രെസ്സ് കൊടുത്തോ അല്ലെങ്കിൽ ഇത് കിട്ടിയ യൂട്യൂബിൽ റീച്ച് ആകുന്നില്ല എന്നുള്ള വിഷമം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും വേണ്ട കേട്ടോ. ഇത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, ഇതിപ്പോൾ ഓരോരുത്തർക്കും ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം ഓരോ കാര്യത്തിലോട്ടും. ഏതെങ്കിലും ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക, ആ കാറ്റഗറിയിൽ ഉറച്ചു നിൽക്കുക. ഇപ്പം നമ്മൾ ഡെയിലി വ്ളോഗ്സ് ആണെങ്കിൽ അതിനകത്ത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോവുക. നമ്മുടെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീഡിയോസ് ഇടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ആക്കി എടുക്കുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ അതിനകത്ത് റീച്ച് ഉണ്ടായില്ല, വീഡിയോസ് കയറിയില്ല എന്ന് ഓർത്ത് അപ്സെറ്റ് ആയിട്ടിരിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് അത് കൂടുതൽ പേരിലേക്ക് നമ്മുടെ യൂട്യൂബ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം വേണ്ടത് ഒരു ക്ഷമ തന്നെയാണ് കേട്ടോ. പാതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോവുക എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് പാടില്ല. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പിന്നെ അത് ആദ്യം ഒന്ന് മുതൽ തുടങ്ങിക്കൊണ്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ അത് നിർത്തിപ്പോകാതെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് എപ്പോഴാണോ നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണോ വീഡിയോ ഇടുന്നത് അങ്ങനെ തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസ് ഇടാൻ നേരത്ത് നമ്മുടെ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇച്ചിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ആയിരിക്കും എന്ന് നോക്കുക. പിന്നെ നിങ്ങളുടെ തന്നെ യൂട്യൂബിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് ഏതാണെന്ന് നോക്കുക. നമ്മുടെ ചാനൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, പോപ്പുലറിൻ്റെ അവിടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് വീഡിയോ ആണോ പോപ്പുലറായിട്ട് നിൽക്കുന്നത് ആ ഒരു കാറ്റഗറിയിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ കയറിപ്പോയിട്ടുള്ളത്, ഏതെങ്കിലും മില്യൺ പോയിട്ടുള്ള വീഡിയോസ് കാണുമല്ലോ ആദ്യം തന്നെ, ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസ് നന്നായിട്ട് കയറുന്നതായിട്ട് കാണാം കേട്ടോ. നേരത്തെ ഉള്ള വ്യൂസിനെക്കാട്ടിലും കൂടുതൽ വ്യൂസ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അത് തന്നെ ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിലും അത് ഷോർട്ട് വീഡിയോയ്ക്ക് ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് വീഡിയോയ്ക്കാട്ടിലും കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഷോർട്ട് വീഡിയോയിൽ കൂടെ ആയിരിക്കും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് ലോങ് വീഡിയോനെ അപേക്ഷിച്ച്. അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ ഇടാതിരിക്കരുത്. ലോങ് വീഡിയോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർ ഷോർട്ട് വീഡിയോയും ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സും കയറുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോ ഒരു കണ്ടന്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ നോക്കണം, നമുക്ക് ഏതാണെന്നുള്ളത്, ഏത് വീഡിയോസാണ് ഇടേണ്ടതെന്നുള്ളത് വൈറ്റ് സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ട്രെൻഡ്സ് എന്ന് പറയുന്ന സംഭവത്തിന് വൈറ്റ് സ്റ്റുഡിയോയ്ക്കകത്ത് അനലറ്റിക്സിനകത്ത് ട്രെൻഡ്സ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് താഴെ തന്നെ കാണാൻ പറ്റും ഇഷ്ടം പോലെ നമുക്ക് ഏത് കണ്ടന്റാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏത് രീതിയിലുള്ള കണ്ടന്റുകളാണ് സെർച്ച് ചെയ്തിട്ടുള്ളതെന്നും അവിടെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലുള്ള കണ്ടന്റുകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അവരത് കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്താണോ തിരയുന്നത് അതാണ് നമ്മുടെ വീഡിയോസ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അവർക്ക്. അപ്പോൾ അവർ കാണുമ്പോഴത്തേക്കും യൂട്യൂബ് വീണ്ടും സജസ്റ്റ് ചെയ്യുകയാണ്. ഓരോ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ യൂട്യൂബിൽ കയറാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 2-3 മണിക്കൂറത്തേക്ക് നമ്മൾ യൂട്യൂബിലോട്ട് കയറാതിരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മുടെ വീഡിയോസ് കയറാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കാതിരിക്കുക. എപ്പോഴും എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാതിരിക്കുക. മറ്റൊരു ഫോണിൽ നിന്ന് നമുക്ക് എടുത്ത് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കയറുന്നതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ വൈറലാകണമെങ്കിൽ അതിനകത്ത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് വൈറലാകത്തില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു വീഡിയോ ഇടുന്നതിന് മുൻപായിട്ട് അതിനകത്തേക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പിടിച്ചിരുത്താനുള്ളൊരു സംഭവം നമ്മൾ അവിടെ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കയറാൻ പാടായിരിക്കും. അതിനനുസരിച്ചുള്ള കണ്ടന്റ് നമുക്ക് യൂട്യൂബ് തന്നെ തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ വീഡിയോസ് ഇടുന്നതിന് മുൻപും ഒരു 2 മണിക്കൂർ മുൻപായിട്ട് നമ്മൾ യൂട്യൂബിൽ കയറാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കയറുന്നതായിരിക്കും. ഏത് കണ്ടന്റ് ആണോ എടുത്തിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബിൽ തന്നെ ആരാണോ ആ കണ്ടന്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്നത് അവരുടെ വീഡിയോസ് കാണുക. അവരെങ്ങനെയാണ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു രീതിയിൽ മാറ്റം വരുത്തിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരുടെ രീതിയിൽ നിന്നും കുറച്ച് മാറ്റം വരുത്തി കഴിയുമ്പോഴത്തേക്കും അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻ്റ് ആക്കിയെടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് കയറാനായിട്ട് സാധ്യത
കാണും. എന്ന് വെച്ചാൽ അവരുടെ അതേപടി അങ്ങോട്ട് പകർത്താനല്ല പറയുന്നത്, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ. ഒരിക്കലും നമുക്ക് ഒറ്റയടിക്കൊന്നും ഒന്നും നേടാൻ സാധിക്കത്തില്ല, കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫലവും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് എപ്പോഴും ഇടാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പോൾ ഫുഡാണെങ്കിൽ ഫുഡിൻ്റെ നമ്മൾ ഡെയിലി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റണം. അല്ലെങ്കിൽ ഏതാണെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ട്രാവലിങ്ങിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കണ്ടൻറ്റ് സെലക്ട് ചെയ്യാതെ നമുക്ക് എപ്പോഴും ഡെയിലി നമുക്ക് എന്തിടാൻ പറ്റുന്നോ ആ രീതിയിലുള്ള കണ്ടൻറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ടാഗ് കാര്യങ്ങളൊക്കെ കൊടുത്താലേ നമ്മുടെ വീഡിയോ കയറുകയുള്ളൂ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ടാഗുകളില്ലെങ്കിലും നമ്മുടെ വീഡിയോസ് കയറും. പക്ഷേ അത് നമുക്ക് അത്രയും നല്ലൊരു കണ്ടൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ടാഗുകൾ വെച്ചാലും ടാഗുകൾ വെച്ചില്ലെങ്കിലും നമ്മൾ നല്ല കണ്ടൻറ്റ് പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അവർക്ക് അതിനകത്ത് നമ്മളിടുന്ന വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റ് ഒരു കമൻറ്റ് ഇടാൻ നമുക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് കിട്ടിയില്ല എന്ന് വരും. പക്ഷേ നമുക്ക് കിട്ടുമ്പോൾ എല്ലാം നമ്മൾ കണ്ടൻറ്റുകൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ അങ്ങനത്തെ കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നിസ്സാരം എന്ന് തള്ളിക്കളയുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പം നല്ല രീതിയിൽ കയറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിസ്സാരം എന്ന് കരുതുന്ന ഒന്നും നമ്മൾ നിസ്സാരം ഇത് ഇടണ്ടെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ കയറിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. എന്നെപ്പോലെ തന്നെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചതും ഇപ്പം കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു പ്രചോദനം എന്ന രീതിയിൽ വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒരു മടുപ്പും വേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ റീച്ചാകും. അപ്പം ഇതിൽ നിന്ന് ഏൺ ചെയ്യാനും സാധിക്കും കേട്ടോ. എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം ടാറ്റാ.